ഈ ബോസിനോട് സൂക്ഷിച്ചു കളിക്കണം. ഒന്ന് വേഗം ഡിലീറ്റ് ചെയ്യേ. എത്ര നേരം വേണം? ചരൺ സാറ് പറഞ്ഞിട്ട് എന്തായാലും ഡിലീറ്റ് ചെയ്തേ പറ്റൂ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫയൽസ് ആണ്, ഡിലീറ്റ് ആക്കാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പ്ലീസ് ഡിലീറ്റ് ആക്ക്. അതിപ്പോ ഈസി ആയിട്ട് എങ്ങനെയാ ഡിലീറ്റ് ആക്കാൻ പറ്റുന്നത്? നിങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നത്? ജോലി സമയത്തിരുന്ന് എന്താ ഈ ഡിസ്കഷൻ? സർ, ഇയാൾ അക്കൗണ്ട്സിലെ ചില പ്രധാനപ്പെട്ട ഫയൽസ് ഡിലീറ്റ് ചെയ്യാൻ പറയുന്നു. ഞാനാ പറഞ്ഞത് ഡിലീറ്റ് ചെയ്യാൻ. സർ, വാട്ട് സാർ? ഡിലീറ്റ് ചെയ്യ്. ആരെങ്കിലും ചോദിച്ചാ? ആര് ചോദിക്കാനാ? നിന്റെ ബോസാരാ? ഞാനല്ലേ? ഞാനാ പറയുന്നേ, ഡിലീറ്റ് ചെയ്യ്. സാർ, പുറകിന്ന് പേടിപ്പിക്കുന്നോ? ഫയൽസ് അല്ലേ, കൊണ്ടുവരാൻ പോ. അല്ല സാർ, സാറിനോട് വരാൻ പറഞ്ഞു. ആര്? ബോസ്. പറഞ്ഞ എന്താ നിനക്ക് മനസ്സിലാവില്ലേ? വേണ്ടാന്ന് പറഞ്ഞ വേണ്ട. അച്ഛനോടന്ന് പറഞ്ഞപ്പോ അവന്റെ ആദ്യത്തെ ഓഫീസ് ഡേ അല്ലേ, അതുകൊണ്ട് ആരും അവനെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. നിനക്ക് മനസ്സിലാവില്ലേ? അവരോട് ഫോൺ ചെയ്ത് വരണ്ടാന്ന് പറഞ്ഞേക്ക്. എന്താ മോളെ ഭാർഗവി, എന്തു പറ്റി? പെണ്ണിന്റെ വീട്ടുകാര് വരുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. പെണ്ണിന്റെ വീട്ടുകാരോട് തിരിച്ചു വിളിച്ച് വരണ്ടാന്ന് പറയാൻ പോയപ്പോ ഇവൾ എന്നെ തടയുന്നു. റാം വീട്ടിലില്ലാതെ പെണ്ണിന്റെ വീട്ടുകാർ ഇങ്ങോട്ടേക്ക് വന്നിട്ട് എന്തിനാച്ചാ? നോക്ക്, ഈ ബന്ധം അല്ലെങ്കിൽ മറ്റൊരു ബന്ധം. അവരെ ഫോൺ വിളിച്ചിട്ട് വരവ് ക്യാൻസൽ ചെയ്തേക്ക്. നിക്ക് മോളെ, നിക്ക്. നീയേ ഫോൺ ചെയ്യുന്നതിന് മുൻപ് രാമനോട് നേരിട്ട് സംസാരിക്ക്. അതെന്തിനാച്ചാ? നീ അവനെ വിളിക്ക്. അത് പ്രശ്നമില്ല. ഓഫീസിൽ അവന്റെ ആദ്യത്തെ ദിവസമല്ലേ. ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് അച്ഛനല്ലേ എന്നോട് പറഞ്ഞത്. പറഞ്ഞതിൽ കാര്യമുണ്ട് മോളെ. പക്ഷേ ജോലി പോലെ തന്നെ രാമന്റെ കല്യാണവും മുഖ്യമല്ലേ. നീ വിളിക്ക്. നീ വിളിച്ച അവൻ എന്തായാലും വരും. നമ്മുടെ രാമന്റെ കല്യാണോ? വാട്ട് എ സർപ്രൈസ്. നമ്മുടെ രാമന്റെ ലൈഫില് ഒരുപാട് സന്തോഷമുണ്ടാവണം. പാവമാണ് എന്റെ രാമൻ. കുറേയേറെ വിഷമിച്ചതല്ലേ? ഏയ് അല്ല, അവനെ ഒരുപാട് വിഷമിപ്പിച്ചതല്ലേ? നിങ്ങൾ ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഏയ്, അതൊക്കെ പോട്ടെ. ആരാ പെണ്ണ്? പെണ്ണ് എവിടുന്നാന്നാ ചോദിച്ചേ? നല്ല പെൺകുട്ടിയാ, നമ്മുടെ ഭാർഗവി ചേച്ചി കണ്ടെത്തിയതാ. അങ്ങനെയെങ്കിലും സന്തോഷിക്കാൻ പറ്റിയ വിഷയമല്ല. സാധന, പെൺകുട്ടിയുടെ വീട്ടുകാര് വിവാഹാലോചനയ്ക്കായി ഇങ്ങോട്ട് കയറി വരുമ്പോ ഇങ്ങനെ അപലക്ഷണം പിടിച്ച വർത്താനങ്ങൾ കേട്ടുപോകരുത്. അത് നിന്റെ കടമയാണ്. മനസ്സിലായില്ലേ? ശരി അച്ഛാ. അച്ഛൻ പറഞ്ഞത് മനസ്സിലായില്ലേ? പെണ്ണിന്റെ വീട്ടുകാർ ഇവിടേക്ക് വരുമ്പോ ഈ വീട്ടില് അപശകുനങ്ങളൊന്നും ഉണ്ടാവരുത്. വീട് ക്ലീൻ ആക്കിയത് കൊണ്ടൊന്നും കാര്യമില്ല. മനസ്സ് നന്നായിരിക്കണം. മനസ്സ് ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ ബന്ധങ്ങളും ക്ലീൻ ആയിരിക്കും. ക്ലീൻ ആയിരിക്കുമെന്ന്. Sir, may I come in, sir? Please come. മിസ്റ്റർ ചരണ്ടി, ഈ ട്രാൻസാക്ഷനിൽ എനിക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ വേണം. എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ട്. ഡൗട്ടോ സാറേ? യാ,
ഹായ് മേമ. അപ്പു, നീ ഒന്ന് വേഗം തന്നെ വീട്ടിലേക്ക് വാ. എന്താ മേമ, എന്തു പറ്റി? അത് ഒന്നുമില്ലടാ, ഒരു കാര്യം പറയാനാ. നീ ഒന്ന് പെട്ടെന്ന് വാ. എന്റെ മേമ ഫോണിൽ കൂടെ പറഞ്ഞാ പോരെ? അതല്ലടാ അപ്പു, പെണ്ണിന്റെ വീട്ടുകാര് നിന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. നിനക്കൊരു കാര്യം അറിയോ? അച്ഛൻ എത്രമാത്രം ഹാപ്പി ആയിന്ന്. മേമ എന്താ ഇത്? എല്ലാം അറിയാവുന്നതല്ലേ? എക്സ്ക്യൂസ് മീ ബോസ്. മേമ എന്താ ഇത്? ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞല്ലേ എനിക്ക് കല്യാണം ഒന്നും ഇഷ്ടമല്ലാന്ന്. നിന്റെ ഫീലിങ്സ് ഒക്കെ എനിക്ക് മനസ്സിലാവോ അപ്പു? അച്ഛന്റെ ഫീലിങ്സും എനിക്ക് മനസ്സിലാവും. നോക്ക്, നിന്റെ കല്യാണക്കാര്യം പറഞ്ഞ് അച്ഛനും മടുത്തടാ. ഇനിയും അച്ഛൻ ഇങ്ങനെ വിഷമിപ്പിക്കണോടാ. നോക്ക്, നീ ഒന്ന് വേഗം വീട്ടിലേക്ക് വരാൻ നോക്ക്. നീ ഒരു കാര്യം ചെയ്യ, ഞാൻ പറയുന്നത് അനുസരിക്ക. പെട്ടെന്ന് നിന്റെ വീട്ടിലേക്ക് വാ. ഇല്ല മേമ, ഐ കാൺ. എനിക്ക് എന്തായാലും വരാൻ കഴിയില്ല. സാരമില്ല പോ. മുത്തച്ഛൻ പറഞ്ഞാലെങ്കിലും നീ അനുസരിക്കൂന്ന് കരുതി. പാവം മോൻ വരുന്നതും കാത്ത് ഒരേ ഇരിപ്പാടാ പാവ മുത്തച്ഛൻ. ഇനിയിപ്പൊ നീ വന്നില്ലെങ്കില് അദ്ദേഹത്തിന് ഡിസപ്പോയിന്റ്മെന്റ് ആകും. അത് സാരമില്ല, നിന്നെ എനിക്ക് വല്ലാതെ ഫോഴ്സ് ചെയ്യാനാവില്ലല്ലോ. ആദ്യമായി നീ മുത്തച്ഛന്റെ വാക്കുകളെ ധിക്കരിക്കാൻ പോകുന്നു. ഞാൻ എന്തേലും പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. അതല്ലടാ, പക്ഷേ ഈ പെണ്ണിന്റെ വീട്ടുകാര് വരുമ്പോ അവരോട് എന്ത് പറഞ്ഞു നിക്കണോന്നുള്ളതാ എനിക്കറിയാത്തത്. പാവം മുത്തച്ഛൻ അവരുടെ മുന്നിൽ തല കുനിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാ. സാരമില്ല, അവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിച്ചോളാം. റാം, നീ നിന്റെ ജോലി കണ്ടിന്യൂ ചെയ്തോളൂ. സോറി, കോൾ ചെയ്ത് നിന്നെ ബുദ്ധിമുട്ടിച്ചതിന്. മേമ ഒരു മിനിറ്റ്. പറ റാം. ഞാൻ വരാം. എന്താണ്? ഞാൻ വരാം മേമ. നിങ്ങൾ ആരോടും ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ല. താങ്ക്സ് അപ്പു. വേഗം വാ. രാമൻ എന്ന പേരായതുകൊണ്ട് വനവാസം അനുഭവിച്ചല്ലേ പറ്റൂ. മോനെ സമാധാനായിട്ടിരിക്കെ. എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ? എനിക്ക് പറ്റില്ലെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാ. അപ്പൊ ഏതോ പെണ്ണ് കെട്ടിയൊരുങ്ങി വരുന്നു. ഞാൻ പോയി അവളോട് എന്താ പറയേണ്ടത്? മേമയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാ. മുത്തച്ഛനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒക്കെ അങ്ങേരുടെ വാശിയാ. ഏതോ ഒരു പരിചയമില്ലാത്ത പെണ്ണ് വരുമെന്ന്, പാസ്സാണോ ഫെയിലാണോ എന്ന് ഞാൻ പോയി മാർക്കിടണമെന്ന്. നോൺസെൻസ്. നീ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? പ്രണയം നഷ്ടപ്പെട്ടാൽ പിന്നെ ജീവിതം ഇല്ലെന്നാണോ നീ വിചാരിച്ചത്? അങ്ങനെ വിചാരിക്കുന്നതാണ് നിന്റെ പരാജയം. എന്ന് വെച്ചാ എന്റെ ജീവിതം ജീവിതമല്ലെന്നോ? നോക്കടാ, ഞാൻ എന്റെ ഈ ജീവിതത്തിൽ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കുന്നേ. എന്നെ എന്റെ പാട് നോക്കി എന്റെ സ്വന്തം വഴിക്ക് വിട്ടേക്ക്. ഇതുകൊണ്ടാ, ഈ ഒരു കാരണം കൊണ്ടാ ഞാൻ ഇന്ത്യയിലേക്ക് വരാത്തത്. സന്തോഷവാനാണോ നീ? നിന്നോട് തന്നെ കള്ളം പറഞ്ഞോണ്ടിരിക്കുക. നിനക്ക് ആവശ്യമുള്ളപ്പോ നിന്നെ തേടി വരുന്നതല്ല സ്നേഹം. അത് തരാൻ ഒരു പെൺകുട്ടി കൊണ്ട് മാത്രമേ കഴിയൂ. എനിക്ക് വേണ്ട. എന്റെ ജീവിതത്തിൽ പ്രണയം എന്ന ചാപ്റ്ററേ കഴിഞ്ഞു. ഇനി ഒരിക്കൽ കൂടി അതിന് സ്ഥാനമില്ല. പുസ്തകം തീർന്നാൽ അധ്യായം കഴിഞ്ഞു എന്ന് നീ ഒരിക്കലും വിചാരിക്കരുത്. നിനക്ക് വേണ്ടി ഒരുത്തി എന്തായാലും വരും. അങ്ങനെ ഒരാളെ എന്റെ ലൈഫില് വാതിലിൽ തട്ടി പെർമിഷൻ ചോദിച്ച് അകത്തേക്ക് വരാനുള്ള മാനേഴ്സ് ഇല്ല നിനക്ക്. ഇനി ഒരു വട്ടം അകത്തേക്ക് വരുമ്പോ മേയെ കമ്മിണെന്ന് പെർമിഷൻ ചോദിച്ചു വേണം വരാൻ. ലേൺ സം മാനേഴ്സ്. നിങ്ങളിപ്പോ പുറത്തേക്കോ, കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം. സോറി സർ. നീ ദേഷ്യം എന്തിനാ അവരോട് കാണിക്കുന്നേ? അവരെന്താ പറയാൻ വന്നതെന്ന് പോലും കേൾക്കാതെ. നിനക്ക് ആ പെണ്ണിന് ഇഷ്ടമായില്ലെങ്കിൽ പോയി ഇഷ്ടമായില്ല എന്നങ്ങ് പറ. അതൊന്നും അല്ലാതെ. എടാ നോക്കി, തേടി പോകുന്നവർക്കൊന്നും സ്നേഹം കിട്ടില്ല. അതൊരു സമയത്ത് തേടി വരുമ്പോൾ അത് വേണ്ടാന്ന് പറയാൻ ആർക്കും പറ്റില്ല. അപ്പൊ നിന്റെ ലൈഫിലും തീർച്ചയായിട്ടും അത് വരും. എന്താ വേണ്ടേ?
ഞാനിപ്പോ പോണം, അത്രയല്ലേ ഉള്ളൂ. അതിന് നീ ഇങ്ങനെ വേദാന്തം ഒന്നേണ്ട കാര്യമൊന്നുമില്ല. എന്നെ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകണമെന്ന് വിചാരിച്ച് സീതമ്മ എന്തിനാ ഇങ്ങനെ അഭിനയിക്കുന്നേ? ശരിക്കും സങ്കടത്തിലാണോ സീതമ്മ? ഒന്നുമില്ല, നീ അവിടെ ഇരുന്ന് പഠിക്കേ. അല്ല, എന്തോ ഉണ്ട്. എന്നോട് പറ സീതമ്മ. ലേൺ സം മാനേഴ്സ്. പറ. ഫ്രണ്ട് എവിടേക്കാ പോകുന്നേ? സിഹി, അദ്ദേഹത്തെ ഫ്രണ്ട് എന്ന് വിളിക്കാൻ പെർമിഷൻ ചോദിച്ചിരുന്നോ നീ? വാതിലി മുട്ടി പെർമിഷൻ ചോദിച്ച് അകത്തേക്ക് വരാനുള്ള മാനേഴ്സ് അല്ലേ നിനക്ക്? പുറത്തേക്ക് പോകുമ്പോ എവിടെ പോവാന്ന് ചോദിച്ച് പിന്നാലെ പോകരുതെന്ന മാനേഴ്സ് അല്ലേ നിനക്ക്? ബാ. ഫ്രണ്ട്, എനിക്ക് പുറത്ത് കുറച്ച് പണിയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം കേട്ടോ. എന്റെ ഹെലികോപ്റ്റർ എന്നോട് പ്രോമിസ് ചെയ്തതല്ലേ? ഷോ, അതിനെപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. പിന്നീടെന്ന് പറഞ്ഞാൽ? പിന്നീടെന്ന് പറഞ്ഞാ എന്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട്. നീ വരുമ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ പോവും. എന്റെ കയ്യിലാണെങ്കിൽ നിന്റെ നമ്പറും ഇല്ല. എങ്ങനെ സംസാരിക്കും? സിഹി, ഞാൻ നിനക്ക് എന്റെ ഫോൺ നമ്പർ തരട്ടെ. സിഹി എന്താ കാണിക്കുന്നത്? ഫ്രണ്ട് എന്നെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. നിനക്ക് എപ്പോഴൊക്കെ എന്നോട് സംസാരിക്കാൻ തോന്നുവോ അപ്പോഴൊക്കെ നീ വിളിച്ചോ. ഓക്കെ അല്ലേ? ബൈ ബൈ. ഫ്രണ്ട്, നീ ഇപ്പൊ ഓക്കെ ആണല്ലോ അല്ലേ? അമ്മയ്ക്കും എന്തോ വിഷമമുണ്ട്. ജോലി ചെയ്യണില്ല എന്ന് പറഞ്ഞ് ബോസ് വഴക്കുമെല്ലാം പറഞ്ഞോ? ഒരേ ഒരു കാര്യം നടക്കുകയേ ചെയ്യരുതെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക. നിനക്ക് വേണ്ടാന്ന് തോന്നുന്നു ചെയ്യണ്ട, അതങ്ങ് വിട്ടേക്ക്. സിഹി, അടങ്ങിയിരിക്ക്. എന്താ അവള് പറഞ്ഞത്? നിനക്കെന്തെങ്കിലും വരം കിട്ടിയോ? നമ്മുടെ സിഹി എന്ത് പറഞ്ഞാലും അത് നടക്കും. എന്താ സിഹി നീ ഇങ്ങനെ? എനിക്കൊഴികെ ബാക്കി എല്ലാവർക്കും വരം കൊടുക്കുന്നുണ്ടല്ലോ. എനിക്കൊരു ശതകോടീശ്വര രാജകുമാരനെ കിട്ടണമെന്ന് പറഞ്ഞപ്പോ വരം തരാൻ പറ്റില്ല അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, അതെന്റെ അമ്മയ്ക്ക് തന്നെ കിട്ടും. ബൈ. ബൈ ഫ്രണ്ട്. ബൈ. ഞാനുണ്ടാക്കിയ ഹെലികോപ്റ്റർ കണ്ടിട്ടേ എന്റെ സിഹിമോള് ശരിക്കും അത്ഭുതപ്പെടും. ആ സന്തോഷം ഉണ്ടല്ലോ, കാണണം എനിക്ക്. അതെ, വന്നേ. വന്നേ. അതെ, സീതയെ ഫോൺ വിളിച്ചിട്ട് പറ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് വന്നാ മതിയെന്ന്. എനിക്കിതൊന്നും കണ്ട തീരെ സഹിക്കാൻ പറ്റില്ല. ഇവരൊക്കെ പോയി കഴിഞ്ഞിട്ട് ഫോൺ വിളിച്ചിട്ട് വന്നാ മതിയെന്ന് പറ. ചെല്ല് ചെല്ല്.
അയ്യോ എന്റെ പ്രിയതമൻ, സംസാരിച്ചാലും അഴക്, ഇല്ലെങ്കിലും എന്തൊരഴക. ഇത് ബോസിനാണോ? അതെ മേഡം. ഞാൻ കൊടുക്കാം. സർ 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 ടീ. വാട്ട്? ഞാനത് ചോദിച്ചില്ലല്ലോ. അത് നിങ്ങൾ ഫയലൊക്കെ നോക്കി ക്ഷീണിച്ചു കാണുമല്ലോ, അതുകൊണ്ട് യു നീഡ് എ കപ്പ് ഓഫ് ടീ. ബട്ട് ഇതൊക്കെ നിങ്ങൾ എന്തിനാ ചെയ്യുന്നത് മിസ് പ്രിയതമ? പ്രിയ, ഐ മീൻ മൈ നെയിം ഈസ് പ്രിയ. ചായ കൊണ്ടുവരുന്നതാണോ പ്രിയം? ഐ മീൻ ഓഫീസ് ബോയ് ഉണ്ടല്ലോ. സർ, ബോയ് കൊണ്ടുവരുന്നതിനും ഈ ഗേള് കൊണ്ടുവരുന്നതിനും വ്യത്യാസമൊന്നും ഇല്ലല്ലോ. എന്ത്? കോഫി തണുത്തു പോകുന്ന ചായ അല്ലേ? ഐ മീൻ ടീ. ഒരുപാട് കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? നിങ്ങളെ കണ്ടപ്പോ മുതൽ എനിക്ക് അയ്യോ അങ്ങനെയല്ല, ഞാൻ അങ്ങനെയല്ല സർ ഉദ്ദേശിച്ചേ. നിങ്ങളെ കാണുമ്പോ എനിക്ക് നിങ്ങളോടൊരു ബഹുമാനം. സർ 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 Such a nice house, yeah. അതേന്നേ, നല്ല ഭംഗിയുള്ള വീട്. ഇവിടേക്ക് മരുമകളായി വരുന്നത് നമ്മുടെ മകളുടെ ഭാഗ്യ. യു ആർ വെരി ലക്കി. ആരാ നിങ്ങള്? ആരെ കാണാനാ വന്നേ? അത് ഇന്ന് ഈ വീട്ടില് ഒരു പെണ്ണ് കാണൽ ചടങ്ങില്ലേ, അതിനുവേണ്ടി വന്നതാ. പെണ്ണ് കാണൽ ചടങ്ങോ? ഇവിടെ അങ്ങനത്തെ ചടങ്ങ് നടക്കുന്നില്ല. പോ. അയ്യോ, ഭാർഗവിയമ്മയാ ഞങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഭാർഗവിയോ? അതെപ്പോഴാ പറഞ്ഞേ? അതെ, രാവിലെ പറഞ്ഞില്ലായിരുന്നോ? നിങ്ങൾ മറന്നുപോയോ? മറന്നുപോയതാ. നിങ്ങൾ അകത്തേക്ക് വരൂ. വരൂ. ആര്? എന്താ പരിപാടി? നമ്മുടെ റാമിനെ പെണ്ണ് കാണാൻ വന്നതാ. ഓ, അങ്ങനെ. അത്ഭുതമില്ല. ഇത് നിന്റെ നാട്യശാസ്ത്രം. പാവം, നമ്മുടെ രാമനെ രാമൻ തന്നെ കാത്തോണേ. എങ്ങോട്ടാ? നിങ്ങളവന്റെ മാമനല്ലേ, ഇത് കഴിഞ്ഞിട്ട് പോയാ മതി. അവന്റെ ചെറിയച്ഛനായി പോയതിന്റെ കുറ്റം കൊണ്ടാണോ, അതോ നിന്റെ ഭർത്താവായി പോയതിന്റെ പാപം കൊണ്ടോ? എല്ലാം ഒന്ന് തന്നെ. ഭർത്താവ് ഇങ്ങനെ പറ്റിക്കൂടി അടുത്ത് നിൽക്കുമ്പോ ഇനിയും കുറച്ചുകൂടെ മര്യാദയൊക്കെ കിട്ടുമായിരിക്കും അല്ലേ? നിന്നോട് മര്യാദയോ? തോന്നിയതാ. ഞാൻ പറഞ്ഞു, വേണമെങ്കിൽ നിക്ക്, ഇല്ലെങ്കിൽ പോക്കോ. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അയ്യോ, ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? എന്റെ മകളും നിങ്ങളുടെ കുട്ടി തന്നെയല്ലേ. നമസ്കാരം. നമസ്കാരം. ഇതെന്റെ ഹസ്ബൻഡ്. ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, നിങ്ങൾ വരുന്നതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് നിന്നതാ. അതെ, നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഭാർഗവി എന്തു പറഞ്ഞാലും ഞാനത് നോ എന്ന് പറയാറേ ഇല്ല. അവര് നന്നായിട്ട് ജോക്സ് പറയും. അതെ, വലിയ തമാശക്കാരനാ. ഞങ്ങൾക്കൊക്കെ അച്ഛനെന്ന് പറഞ്ഞ വലിയ ബഹുമാനം. മുത്തച്ഛൻ പറഞ്ഞതാരും എതിർക്കാറില്ല. സ്വന്തം മകളല്ലെങ്കിലും എനിക്ക് എന്റെ അച്ഛനെ പോലെ. ഭാർഗവി എനിക്ക് എന്റെ സ്വന്തം മോള് തന്നെയാ. അച്ഛാ, ഇവളീ എറിഞ്ഞ ബൗൺസർ എന്റെ അച്ഛന്റെ മണ്ടയ്ക്കാണല്ലോ കൊണ്ടത്. കലികാലം. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം.
കാല് തൊട്ട് നമസ്കരിക്കേ. പോ. ബഹുമാനം മനസ്സിലുണ്ടായാ മതി മോളെ. ചേച്ചി, ഇവൾ ഇന്ന് സാരി ഉടുത്ത് വന്നിരുന്നെങ്കി നന്നായേനെ അല്ലേ? സാരമില്ല, വേണ്ട മോളെ. വാട്ട് നോൺസെൻസ്! കണ്ണു കാണില്ലേ? മിഷി, ദാറ്റ്സ് ഓക്കെ, സാരമില്ല. നോ, ഇറ്റ്സ് നോട്ട് ഓക്കെ അമ്മ. എനിക്ക് കാലിന് വലുത് പറ്റിയിരുന്നെങ്കിലോ? പോട്ടെ, സാരമില്ല. ഗീത, നീ എന്തിനാ ഈ ട്രോളി വഴിയിൽ വെച്ചത്? നിനക്ക് ബോധമല്ലേ? എടുത്തിട്ട് പോ. അപ്പു, അതെ റാം വന്നു. നമസ്കാരം. നമസ്കാരം. ഹായ് റാം. ഞാൻ നിന്റെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തു നോക്കി. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ. പക്ഷെ എവിടെ നിന്നും നിന്റെ ഇൻഫോർമേഷൻ ഒന്നും കിട്ടിയില്ല. ബൈ ദ വേ, ഐ ആം മിഷിക. ഐ ആം റാം. ഇറ്റ്സ് എ ബൈറ്റ് ബോൾ. റാമിന് വേറെ ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. ഹി ഈസ് ദ മോസ്റ്റ് സക്സസ്ഫുൾ യങ് ഹാൻഡ്സം ബിസിനസ്മാൻ. ഐ നോ. അതെ മിഷിക, നമുക്കൊന്ന് ഇരുന്ന് സംസാരിച്ചാലോ? യാ ഷുവർ. പേഴ്സണലായി സംസാരിച്ചാലല്ലേ കാര്യങ്ങളെല്ലാം കൂടുതൽ അറിയാൻ പറ്റും. ഭയങ്കര സ്പീഡിലാണല്ലോ മോളെ, ശ്രദ്ധിക്കണേ, ഇടയ്ക്ക് റണ്ണൗട്ട് ആവല്ലേ. ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല, പോയി സംസാരിച്ചിട്ട് വാ.